വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നു. മാത്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? വി ദ ട്രാവലേഴ്സ് 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു തുടങ്ങിയവരായിരിക്കും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് വലിയ വലിയ നമ്പേഴ്സ് അല്ലേ, ബിഗ് നമ്പേഴ്സ് എങ്ങനെ റീഡ് ചെയ്യാം അല്ലേ, ബിഗ് നമ്പേഴ്സിനെ എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ചാപ്റ്ററിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ വീഡിയോസ് ആയിട്ടും ലൈവായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ ഏത് ചാപ്റ്ററാണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ താഴത്ത് കമന്റ് ആയിട്ടും കൂടി പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലും എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ആദ്യ ഭാഗത്ത് പറയുന്നതെന്ന്. ആദ്യം തന്നെ പറയുന്നത് നമുക്കറിയാം അല്ലേ, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ, അതായത് നമ്മളിപ്പോൾ 1 2 3 അല്ലേ, 1 to 10 വരെ നമ്മൾ 1 ഡിജിറ്റ് നമ്പർ കൗണ്ട് ചെയ്യാൻ പഠിച്ചു. പിന്നെ നമ്മൾ പോയി 99 100 വരെ പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, 1000 വരെ പഠിച്ചു. ഇപ്പൊ നിങ്ങളോട് ഈ ഒരു നമ്പർ റീഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് റീഡ് ചെയ്യും. എന്താണ്? 9000 അല്ലേ. ഈ ഒരു നമ്പർ എത്രയാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇത് 9000 ആണ്. 1s 10s 100 1000, ഇത് 9000 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി എത്രയേ ഉള്ളൂ, ഈ 9000ന്റെ കൂടെ ഒരു 1000 കൂടി നമ്മൾ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് എന്ത് നമ്പർ ആയിട്ട് മാറും? ഈ നമ്പർ എന്ന് പറഞ്ഞാൽ അല്ലേ, 9 + 1 10 ആണ്, പിന്നെ 3 zeros. ഈ നമ്പർ നമ്മൾ എങ്ങനെയാ റീഡ് ചെയ്യുക? ഇത് 1s 10s 100 1000 വരെ നമുക്കറിയാം. അത് കഴിഞ്ഞ ഒരു നമ്പർ കൂടെ വന്നാൽ നമ്മൾ എങ്ങനെയാ ഇത് വായിക്കുക? ഈ നമ്പറിനെ നമ്മൾ വായിക്കുന്നതാണ് 10,000. ഈ നമ്പറിനെ നമ്മൾ വായിക്കുന്നതാണ് എന്ത്? 10,000. റെഡി? അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ 10,000ന് മുകളിലേക്കുള്ള നമ്പേഴ്സ് എങ്ങനെയാ റീഡ് ചെയ്യുക, എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന നമ്പറാണ് നമുക്ക് എന്ത് പറയുന്നത്? 10,000 എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ് അല്ലേ. 9000 + 1000 എന്ന് പറഞ്ഞാൽ 10,000 ആണ്. റെഡി? അപ്പോൾ ഇനി ഈ ഒരു നമ്പർ 10,000 നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ 3 നമ്പർ കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കോമ അങ്ങ് ഇടണം. എന്ത് ചെയ്യണം? ആദ്യത്തെ 3 നമ്പർ കഴിഞ്ഞ് ഒരു കോമ ഇടാം. അപ്പൊ ഇത് നോക്കിയേ, ഇത് 1s ആണ്, ഇത് 10s ആണ്, ഇത് 100 ആണ്. 100 കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോമ ഇടുക. ഇത് 1000 ആണ്, ഇത് 10,000 ആണ്. അതായത് ഇവർ രണ്ടുപേരും 1000ന്റെ ഫാമിലിയാണ്. അപ്പൊ ഇവരെ നമ്മൾ വേറെ തന്നെ വെച്ചു. അപ്പൊ നമുക്ക് ഈ നമ്പർ റീഡ് ചെയ്യാൻ സുഖം. എത്ര 1000 ഉണ്ട്? 10,000. സിമ്പിൾ ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാം. വേറൊരു നമ്പർ നോക്കിയാലോ? ഇതാ ഈ ഒരു നമ്പർ നോക്കി, ഇതെങ്ങനെ റീഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഇതിൽ ഈ നമ്പർ എന്ന് പറയുന്നത് 1s ആണ്, ഇത് എന്ന് പറയുന്നത് 10s ആണ്, ഇത് 100 ആണ്, ഇത് 1000 ആണ്, ഇത് 10,000 ആണ്. ഈ 10,000 നമ്മൾ TTH എന്നാണ് പറയാ. 10,000 TTH, 1000 TH, 100 H, 10s T, 1s 1. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 1 2 3 നമ്മൾ എന്ത് ചെയ്തു? ഒരു കോമ ഇട്ടു. എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ 3 നമ്പർ കഴിഞ്ഞൊരു കോമ ഇടുക. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ 2 ആൾക്കാരാണ് 1000ന്റെ ഫാമിലി എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എങ്ങനെയാ ഇത് റീഡ് ചെയ്യുക? 10,000. എത്ര 1000കളാണ് ഉള്ളത് നോക്കി, ഇതാണ് 1000ന്റെ ഫാമിലി. 10,458 എന്ന് വരും. സിമ്പിൾ ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യത്തെ 3 നമ്പർ കഴിഞ്ഞൊരു കോമ ഇടുക. പിന്നെ വരുന്ന 2 നമ്പറുകൾ എന്ന് പറയുന്നത് 1000ന്റെ ഫാമിലിയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ വായിക്കും? 10,458. ഓക്കെ അല്ലേ? റെഡി? അടുത്തൊരു നമ്പർ നോക്കി. ഇതും നമ്മൾ ഇതേപോലെ തന്നെ 3 നമ്പർ കഴിഞ്ഞതാ 1 2 3 കഴിഞ്ഞ് നമ്മളൊരു കോമ ഇടുന്നു. ശേഷം വരുന്ന ഈ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1000ന്റെ ഫാമിലിയാണ്. ഇയാൾ എന്ന് പറയുന്നത് 10,000 ആണ്, ഇയാൾ എന്ന് പറയുന്നത് 1000 ആണ്. റെഡി അല്ലേ? അപ്പൊ എത്ര 1000 ഉണ്ട്, എത്ര 1000 ഇവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 13,000. കഴിഞ്ഞു, പണി കഴിഞ്ഞു, നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞു. 13,520.
സംഗതി ഇത്രയേ ഉള്ളൂ. 13,520 എന്ന് വരും ഈ ഒരു നമ്പർ. ഓക്കെ അല്ലേ? റെഡി? അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഞാനൊരു ചോദ്യം തരുവാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ചോദ്യം കറക്റ്റായിട്ട് ഇതേപോലെ റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ? അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു ചോദ്യം നോക്കിയേ. ഇവിടെ നിങ്ങൾക്കൊരു പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്. 456, 567, 678 അടുത്തുള്ള നമ്പറുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, 456 ഇവിടെ നിന്ന് ഈ നമ്പറിലേക്ക് എത്ര കൂടി എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത്രയും ചെയ്താൽ മതി. 567, അതായത് ഈ കാണുന്ന രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പർ മൈനസ് ചെയ്യാം. 1 1 1. അതായത് ഈ 456നോട് നമ്മൾ 1 1 1 ആഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് വരും? 7 6 5 567. അപ്പൊ അടുത്ത നമ്പറിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 1 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ 8 7 6. അത് തന്നെയല്ലേ ഇവിടെ. ഇതിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലസ് ആണേ. 1 1 1 ആഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? 9 8 7. ഇനി 7 8 9 ഇവരോട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 1 1 ആഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് വരുന്നു? 9 + 1 10, 8 + 1 9 + 1 10, 7 + 1 8 + 1 9. ഓക്കെ? അടുത്തത് 900 ഇവിടെ വരും. 900നോട് നമ്മൾ എന്ത് ചെയ്യണം? 1 1 1 ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 1 1 10. ഓക്കെ, അപ്പോ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 10 1 1 ആണ്. ഇവിടെ ഏത് നമ്പർ വരും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കിയിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, റെഡി? ഇനി അടുത്തൊരു ചോദ്യം നോക്കുക. അടുത്തൊരു ചോദ്യം ഇതാ, 10105, 10,105. എപ്പോഴും ഇനി അങ്ങോട്ട് വലിയ വലിയ നമ്പേഴ്സ് മക്കൾ ഇങ്ങനെ കൂട്ടി വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 10,105, 10,125. അപ്പൊ അടുത്ത നമ്പർ എന്തായിരിക്കും? 10,135 അല്ലേ? ഇവിടെ നമ്മൾ 20 കൂട്ടുന്നു, +20, അപ്പൊ 25. അപ്പൊ നമ്മൾ അടുത്ത എന്ത് ചെയ്യണം? അടുത്തത് ഇതേപോലെ തന്നെ +20 ചെയ്യണം. അപ്പൊ എന്ത് വരും? 10,145 എന്ന് വരും. ഈ ഒരു ഓളത്തിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? 25 കഴിഞ്ഞാൽ 35 എന്ന് എഴുതി വെക്കരുത്. ഇവിടെ നമ്മൾ 20 ആണ് ആഡ് ചെയ്യുന്നത്. അത് നോക്കിക്കോ, 5 2 1 0 1 1 0 125, 5 4 1 0 1 1 0 145. അടുത്തത് ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 20 ആഡ് ചെയ്യണം. 5 6 1 0 1 1 0 1 65 എന്ന് വരും. അപ്പൊ ഇനി വരുന്നത് ഏത് നമ്പറാന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കിയിട്ട് കമന്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എത്രയാണെന്നും രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എത്രയാണെന്നും നിങ്ങൾ നോക്കി കണ്ടുപിടിച്ച് കമന്റ് ആയിട്ട് താഴെ പറയണം. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് വലിയ വലിയ നമ്പേഴ്സ് റീഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. വലിയ വലിയ നമ്പേഴ്സിന്റെ പാറ്റേൺസ് വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യണം നമ്മൾ പഠിച്ചു. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇനിയും വീഡിയോസുമായിട്ട് മിസ് വരും. അപ്പൊ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അടിപൊളിയായിട്ടിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. So thank you dears, thank you so much. Have a great day. Bye.